സജീവ് ഇന്നത്തെ ഈ പരിപാടി MC ആയിട്ട് നിങ്ങളുടെ കൂടെ 2-3 മണിക്കൂർ ഒപ്പം ഉണ്ടാവും. പരിപാടി തുടങ്ങാം അല്ലേ? പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ആഹാര പദാർത്ഥങ്ങളോ പാനീയങ്ങളോ ഈ ഹാളിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളതല്ല. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കണം. പിന്നെ വാഷ്റൂം ഫെസിലിറ്റി ബേസ്മെന്റിലുണ്ട്. എക്സിറ്റ് ചെയ്ത വലതുവശത്തും വാഷ്റൂം ഉണ്ട്. 1.5 മണിക്കൂർ കഴിഞ്ഞാൽ 15 മിനിറ്റ് ബ്രേക്ക് ഉണ്ടായിരിക്കും. 15 മിനിറ്റ് കഴിഞ്ഞാൽ എല്ലാവരും തിരികെ സീറ്റിൽ വന്നിരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ടൈം ഷെഡ്യൂൾ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് 9 o'clock-ന് 9 PM വെക്കേറ്റ് ചെയ്യണം. അതുകൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ട്. താങ്ക് യു. ഇപ്പൊ പരിപാടി തുടങ്ങാം. ആദ്യമായി മമതയുടെ ഒരു നല്ല പ്രാർത്ഥനാ ഗീതമാണ്. മമതയെ ഞാൻ ക്ഷണിക്കുന്നു. അടുത്തത് അനിതയുടെ വെൽക്കം സ്പീച്ച് ആണ്. അനിതയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇപ്പം എത്തിച്ചേർന്ന എല്ലാവർക്കും ഇരിക്കാനുള്ള ഒരു നിമിഷം ഞാൻ തരുന്നതാണ്. എല്ലാവരും ദയവ് ചെയ്തിരിക്കുക. കാവ്യസന്ധ്യയുടെ ഈ 12ാം വാർഷിക കവിതാ സായാഹ്നത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ഇന്നിവിടെ ഈ ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷം ഈ കാവ്യസന്ധ്യയുടെ ഈ കവിതാ സായാഹ്നത്തിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ, നിങ്ങളെ സ്വാഗതം ചെയ്യുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നത്, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ വേദിയിൽ കവിതകൾ ചൊല്ലുകയും നമ്മളെ ആസ്വദിപ്പിക്കുകയും ചെയ്ത ആ കുട്ടികളും ആ കുട്ടികളെ അതിനായി
മാസങ്ങളോളം ആഴ്ചകളോളം തയ്യാറെടുപ്പിക്കുകയും അവർക്കത് ചൊല്ലിക്കൊടുത്ത് അവരെ പഠിപ്പിച്ച് ഈ വേദിയിൽ അവരെ എത്തിച്ചിരുന്ന അമ്മമാരെയുമാണ്. ആ കുട്ടികൾ ഇന്ന് വളർന്ന് വലിയ മക്കളായി അവരാണ് നമ്മുടെ അഭിമാനവും സന്തോഷവും. അവർ സംസാരിക്കുന്ന ഓരോ മലയാളം വാക്കുകളും അല്ലെങ്കിൽ അവരന്ന് പാടിയ ആ കവിതകളിലെ ഓരോ വരികളും ഞാനടക്കമുള്ള അമ്മമാരുടെ അഭിമാനവും സന്തോഷവും ആ നിമിഷങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ആ കുട്ടികളുടെ ജീവിതത്തിൽ ഇന്നുകളിലും നാളുകളിലും അവർ നടക്കുന്ന വഴികളിൽ ഒരിത്തിരി നന്മയും കവിതയും ഒരിത്തിരി എളിമയും അതെല്ലാം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ സന്തോഷത്തിന്റെ ഒരു ഭാഗമാകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് തന്നെയാണ് കാവ്യസന്ധ്യ എന്ന ഈ ചെറിയ സംരംഭത്തിന്റെ വിജയവും അഭിമാനവും. ആ കുട്ടികളെയും അമ്മമാരെയും എല്ലാവരെയും ഞാൻ ഈ നിമിഷത്തിൽ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഇനി ഈ കാവ്യസന്ധ്യയിൽ കവിതകൾ ചൊല്ലുവാനും ആസ്വദിക്കുവാനും എത്തിച്ചേർന്ന നിങ്ങളേവർക്കും ജാതിമത ഭേദമന്യേ ലിംഗഭേദമന്യേ ഞാൻ ഏവർക്കും ഇവിടെ കാവ്യസന്ധ്യയുടെ പേരിൽ സ്വാഗതം പറയുകയാണ്. മറ്റൊരു സ്വാഗതം പറയാനുള്ളത്, ഞങ്ങൾക്ക് കാവ്യസന്ധ്യയ്ക്ക് ഒരു ചെറിയ വാട്സപ്പ് ഗ്രൂപ്പ് കൂടിയുണ്ട്. ഇവിടെയുള്ള ചെറിയ കലാകാരന്മാർക്കും കവയിത്രികൾക്കും കഥാകാരന്മാർക്കും എല്ലാം അവരുടെ സൃഷ്ടികൾ പങ്കുവയ്ക്കാനും അതിനെപ്പറ്റി ചർച്ച ചെയ്യാനുമുള്ള ഒരു വേദി കൂടിയാണ് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ്. ആ കാവ്യസന്ധ്യയുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും ഞാൻ ഏവർക്കും സ്വാഗതം പറയുകയാണ്. അതിൽ പങ്കുചേരാൻ ആഗ്രഹമുള്ളവർ സന്ദീപ് ചേട്ടനെയോ റഫീ ചേട്ടനെയോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിൽ ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്തതായി ഇവിടെ വന്നെത്തിയിട്ടുള്ള വിശിഷ്ട അതിഥികൾക്കാണ് സ്വാഗതം പറയേണ്ടത്. ആദ്യമായി തന്നെ നമ്മുടെ കാൽഗറിയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഷാഹിദ റഫീഖ് അവരുടെ പുസ്തകം എഴുതി അവരുടെ അനുഭവങ്ങൾ അക്ഷരങ്ങൾ തൂലികയിലൂടെ പുസ്തകത്താളുകളിലാക്കി അത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഷാഹിദയ്ക്ക് കാവ്യസന്ധ്യയുടെ ഈ വേദിയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ മലയാള സിനിമയിൽ സ്വന്തം സാന്നിധ്യം അറിയിക്കുകയും സ്വന്തം കഴിവ് തെളിയിക്കുകയും ചെയ്ത ശ്രീ കണ്ണനും ഈ വേദിയിലേക്ക് സ്വാഗതം പറയുന്നു. കണ്ണൻ എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തതായി സ്വയം പ്രയത്നം കൊണ്ട് സ്വന്തം ഫോട്ടോഗ്രാഫിയിലൂടെ സ്വന്തം കഴിവ് തെളിയിച്ച റോഡിയോ ഈയിടെയായി കാനഡയിലും അതുപോലെ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിലെ മാഗസിൻ കവർ പേജിലും സ്വന്തം ഫോട്ടോഗ്രാഫി അടിച്ചു വരികയുണ്ടായി. റോഡിയോയ്ക്കും ഈ വേദിയിലേക്ക് കാവ്യസന്ധ്യയുടെ സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, കാൽഗറിക്ക് മറ്റൊരു ഭാഗ്യം കൂടിയുണ്ട്. നമുക്ക് വേറൊരു വിശിഷ്ട കവയിത്രി കൂടിയുണ്ട് ഇവിടെ, സിനി ജോൺ. സിനി ഇവിടെ എത്തിയിട്ടില്ലാന്ന് തോന്നുന്നു. സച്ചിദാനന്ദൻ മാഷെ പോലെയുള്ള കവികളുടെ കൂടെ പ്രവർത്തിക്കാനും വേദികൾ പങ്കിടാനും കഴിഞ്ഞിട്ടുള്ള വളരെ കഴിവുള്ള ഒരു കവയിത്രി സിനി ജോൺ. സിനി ജോണിനും കാവ്യസന്ധ്യയുടെ ഹൃദയം നിറഞ്ഞ ആദരവോടെയുള്ള സ്വാഗതം. അതുപോലെ തന്നെ ഇന്നിവിടെ കവിത ചൊല്ലാൻ എത്തിയിട്ടുള്ള ഓരോരുത്തർക്കും കാവ്യസന്ധ്യയുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അടുത്തതായി നമ്മുടെ കാവ്യസന്ധ്യയിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ സീനിയർ സിറ്റിസൺസിനും നമ്മുടെ മുത്തശ്ശിമാർക്കും മുത്തശ്ശന്മാർക്കും വളരെ ആദരവോടെ കാവ്യസന്ധ്യയുടെ ഈ വേദിയിലേക്ക് സ്വാഗതം. വളരെ മനോഹരമായ 50 വർഷത്തെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ വർഗീസ് ചേട്ടനും ലില്ലി ചേച്ചിയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കും കാവ്യസന്ധ്യയുടെ ഈ വേദിയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഈ കോവിഡ് പാൻഡമിക് ഭാഗമായി കഴിഞ്ഞ 2 വർഷമായി നമുക്ക് കാവ്യസന്ധ്യ നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കാവ്യസന്ധ്യയ്ക്ക് വളരെ വലിയൊരു പ്രത്യേകതയുണ്ട്. 2 വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ കാവ്യസന്ധ്യയുടെ സായാഹ്നം ഇവിടെ ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ പ്രശസ്തരായ കവികളെയും നമ്മുടെ കാവ്യസന്ധ്യ കുടുംബാംഗങ്ങളെയും നമുക്ക് സ്മരിക്കാം. അതിനായി ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അവർക്ക് വേണ്ടി ഒരു മൗന പ്രാർത്ഥന ചെയ്യാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്.
താങ്ക് യു. ഒരുപാട് നന്ദി. ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്ന ഏവർക്കും കാവ്യസന്ധ്യയുടെ പേരിൽ ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലൊരു സായാഹ്നമാവട്ടെ. നന്ദി. അടുത്തതായി കാവ്യസന്ധ്യയ്ക്ക് നിറവും പൊലിമയും പ്രൗഢിയും നൽകുന്ന ഒരു വിശേഷ ചടങ്ങാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ശ്രീ കൃഷ്ണകുമാറിനെ സന്തോഷപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കൃഷ്ണകുമാർ. ഇന്ന് എൻ്റെ നക്ഷത്രമായിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് ഇന്നത്തെ രണ്ട് വിശിഷ്ട വ്യക്തികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് പരിചയപ്പെടുത്തട്ടെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ശ്രീ ഷാഹിദ റഫീഖ്. ഷാഹിദയെ പറയുകയാണെങ്കിൽ കേരളത്തിൽ തൊടുപുഴയിലായിരുന്നു ജന്മവും അവിടെ തന്നെ പഠനവും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ബിരുദാനന്ദ ബിരുദം MSc സ്റ്റാറ്റിസ്റ്റിക്സ്, അതുകൂടാതെ തന്നെ BEd കരസ്ഥമാക്കിയ ഷാഹിദ ബാംഗ്ലൂർ വളരെ കാലം കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നു, ഏകദേശം 10 വർഷത്തോളം. പഠനകാലത്ത് തന്നെ ഷാഹിദ തൻ്റെ സാഹിത്യ രചനകളുടെ അഭിരുചി പ്രകടിപ്പിക്കുകയായി. സ്കൂൾ മാഗസീൻ, കോളേജ് മാഗസീൻ, തുടർന്ന മാഗസീനുകളെല്ലാം ഷാഹിദയുടെ കൃതികൾ പ്രസിദ്ധീകരിച്ചിരുന്നു. തൻ്റെ കൃതികൾ പ്രസിദ്ധപ്പെട്ടു വരണം എന്നുള്ള മോഹത്താൽ പലപ്പോഴായി ഷാഹിദ തൻ്റെ കൃതികൾ പല മാധ്യമങ്ങൾക്കും അയച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ ഇരിക്കെ അപ്രതീക്ഷിതമായി 2000 മാതൃഭൂമി സപ്ലിമെന്റിൽ പ്രസിദ്ധപ്പെടുത്തിയ ഹരിദ്വാർ വീണ്ടും എന്ന കൃതി ഷാഹിദയ്ക്ക് തുടർന്നുള്ള സാഹിത്യ രചന ആഗ്രഹങ്ങൾ വളരെയധികം വർദ്ധിപ്പിക്കുകയുണ്ടായി. മുഗലിന്റെ ഹരിദ്വാർ മണികൾ വഴങ്ങുന്നു എന്ന രചനയെ ആസ്പദമാക്കിയായിരുന്നു ഈ രചന. തുടർന്ന് പലപ്പോഴായി കവിതകൾ സാഹിത്യ രചനകൾ നടത്തിയിരുന്നു. അതെല്ലാം പല മാസികകളിലും പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ പിന്നെ കാലിക്കറ്റിലേക്ക് 2010 കുടുംബസന്ധയം വന്നു. അതിനുശേഷമാണ് ഒരു റെണസാൻസ് പീരീഡ് എന്ന് പറയുന്ന പോലെ ഒരു 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 തുടർന്നുള്ള രചന എഴുതണം എന്ന് തോന്നിയത് കാലിക്കറ്റ് വന്നതിന് ശേഷമാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ദേശത്തേക്ക് വരുമ്പോൾ നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലമാകുമ്പോൾ അവിടേതായി നമുക്ക് വേരുറപ്പിച്ച് വളരാനുള്ള ഒരു സമയം ആവശ്യമാണ്. നമ്മളെല്ലാവരും അതുകൂടി കടന്നു പോയിട്ടുള്ളവരാണ്. ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് ഹോം സിക്നസ് ഒക്കെ തോന്നി. ആ സമയത്ത് രചനകൾ വീണ്ടും തുടരുകയുണ്ടായി. ഞാൻ മനസ്സിലാക്കുന്നത് വീട്ടിലൊരു നല്ലൊരു മുല്ലയുണ്ട്, ഡൈനിങ് ടേബിളിനടുത്ത്. അതിൻ്റെ അടുത്തിരുന്ന് ഇരിക്കുമ്പോഴാണ് കൂടുതലും കാവ്യരചനകൾ, അതായത് കൂടുതൽ ചിന്തകൾ വരികയും അത് എഴുതുകയും പിന്നെ അതൊരു രചനയെ മാറുകയും ചെയ്യുന്ന എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. റഫീഖ് വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്നും ഷാഹിദ ഓർക്കുന്നു. ഇപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഷാഹിദയുടെ പുതിയ പുസ്തകമായ കനവുകളുടെ ഒറ്റത്തുരുത്തൽ എന്ന പുസ്തകത്തിലെ പ്രകാശനത്തിലാണ്. സ്നേഹപൂർവ്വം ഷാഹിദയെ ഒന്നുകൂടി ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. അതോടുകൂടി ഇന്ന് ഇവിടെ ഈ പുസ്തകം പ്രകാശനം ചെയ്യാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ശ്രീമതി സുധാമേനനെയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ശ്രീമതി സുധാമേനൻ വളരെ കാലമായി കാൽഗറിയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏതാണ്ട് 46 വർഷം കാൽഗറിയിൽ താമസിക്കുന്നത്. 1983-6 തോന്നുന്നു ഇവിടെ കാൽഗറിയിൽ വന്നത്. 88 കാൽഗറി ഒളിമ്പിക്സ് നേരിട്ട് കാണാനുള്ള ഭാഗ്യം സുധ ചേച്ചിക്ക് ലഭിക്കുകയുണ്ടായി. സുധ ചേച്ചി ഇവിടെ കാൽഗറിയിൽ പല മേഖലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ ഇൻകാർ എന്ന അസോസിയേഷൻ്റെ ഭാരവാഹിത്വം, MCAC മലയാളി കൾച്ചറൽ അസോസിയേഷൻ ഓഫ് കാൽഗറി ഭാരവാഹിത്വം. ഏറ്റവും എടുത്തു പറയേണ്ടത് കാൽഗറിയിലെ ട്രഡീഷണൽ ഇന്ത്യൻ മ്യൂസിക്കിനെ പ്രൊമോട്ട് ചെയ്യുന്ന രാഗമാല
സൊസൈറ്റി ഓഫ് കാൽഗറി എന്ന വളരെ പ്രസിദ്ധമായ പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹിത്വം ഏകദേശം 20 വർഷത്തോളം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള വളരെ നമുക്കെല്ലാം സുപരിചിതയായ പ്രിയങ്കരിയായ ശ്രീമതി സുധാ മേനോനെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സുധാ മേനോനെ ഈ വേദിയിൽ ക്ഷണിച്ചുകൊണ്ട് പുസ്തക പ്രകാശനത്തിൻ്റെ ചടങ്ങിലേക്ക് കടക്കുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു കൃഷ്ണകുമാർ. എൻ്റെ പേര് സുധ. ഈ ചടങ്ങിൽ ഈ പുസ്തക പ്രകാശനത്തിന് വേണ്ടി എന്നെ ക്ഷണിക്കാൻ സാഹിതയും വളരെ സ്നേഹപൂർവ്വം സാഹിതയും രാജീവും വെച്ചപ്പോൾ ആദ്യം എനിക്ക് തോന്നിയത് എനിക്കിതിനുള്ള ഒരു അർഹതയുമില്ലല്ലോ എന്നാണ്. ഞാൻ സാഹിത്യകാരിയോ എഴുത്തുകാരിയോ ഒന്നും അല്ല. പക്ഷെ എന്നാലും ഒരു പുസ്തക പ്രേമി എന്ന നിലയ്ക്ക് എനിക്കിത് ഒരു വലിയൊരു ആദരവായിട്ട് തോന്നി. ഉടനെ തന്നെ ഞാൻ സമ്മതിച്ചു. സന്തോഷപൂർവ്വം വരാം, ഈ ചടങ്ങ് നിർവഹിക്കാമെന്ന്. അത് കഴിഞ്ഞ് രാജീവ് പറഞ്ഞു, സുധ ചേച്ചി പുസ്തകത്തെ പറ്റി കുറച്ച് എന്തെങ്കിലും പറയണം, ഒന്ന് പുസ്തകം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അത് സമ്മതിച്ചു. ഉടനെ തന്നെ പുസ്തകം കിട്ടി. അതിൻ്റെ ഒരു കോപ്പി റഫീക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തന്നു. ഞാനത് വായിച്ചു. ഷാഹിദെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് ഇതുപോലെ ഒരു കാവ്യസന്ധ്യ സദസ്സിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഷാഹിദയെ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഷാഹിദയെ പറ്റി കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത് ഫേസ്ബുക്കിൽ ഷാഹിദ എഴുതുന്ന ചെറിയ ചെറിയ പോസ്റ്റുകൾ ഞാൻ വളരെ ഇൻട്രസ്റ്റോടുകൂടി വായിക്കുകയും ആസ്വദിക്കുകയും ഉടനെ തന്നെ അതിനൊരു ചെറിയ കമൻ്റ് എഴുതുകയും ഒക്കെ ചെയ്തിരുന്നു. എപ്പോഴും ഞാൻ അത് അക്നോളജ് ചെയ്തിരുന്നു. അനുഗ്രഹീതയായ ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിൽ എനിക്ക് വലിയ ബഹുമാനമായിരുന്നു സാഹിത്യം. അത് പറയുമ്പോൾ ഞാൻ പറയണം, ഞാനൊരു പുസ്തകപ്പുഴുവാണ്. എനിക്ക് വായിക്കാൻ വലിയ ഇഷ്ടമാണ്. ഒരുപാട് വായിച്ചിട്ടുണ്ട്. ഇപ്പോഴും വായന തുടരുന്നു, മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ. അതുപോലെ ഈ പുസ്തകം വളരെ വളരെ സന്തോഷിച്ചു. പുസ്തകത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലും പലപ്പോഴും ഷാഹിദ എഴുതിയ ചെറിയ ചെറിയ പോസ്റ്റുകൾ ഒരുമിച്ച് ചേർത്ത് 108 അധ്യായങ്ങളായിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ കനവുകളുടെ ഒറ്റത്തുരുത്ത്. അതിൽ പലതും ഷാഹിദയുടെ അനുഭവങ്ങൾ തന്നെയാണ്. നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന പലരും നമ്മൾ ഫസ്റ്റ് ജനറേഷൻ ഇമിഗ്രൻസ് ആയിട്ട് കാനഡയിൽ വന്ന് കുടിയേറി പാർത്തവരാണ് നമ്മളെല്ലാവരും തന്നെ. എല്ലാവരും ഒരു സ്വപ്നവും കൊണ്ടാണ് വന്നത്. ഇവിടെ വന്ന ഒരു പുതിയ ജീവിതം, സുരക്ഷിതത്വം, കൂടുതൽ ജീവിത സൗകര്യങ്ങൾ, കുട്ടികൾക്ക് ഉപരിപഠനത്തിനുള്ള സാധ്യത എന്നൊക്കെ പറഞ്ഞാണ് നമ്മളൊക്കെ വരുന്നത്. ചില സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും, ചിലതില്ല. അതിൻ്റെ ഇടയിൽ നമുക്ക് മനസ്സിലാകും ഈ സ്വപ്നങ്ങളുടെ പുറകെ പോകുമ്പോൾ ഇതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. നല്ലോണം അധ്വാനിക്കണം. ഷാഹിദന്റെ പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, കാൽഗറിയൻസ് പറയുന്ന പോലെ there is no free lunch. എല്ലാവർക്കും ബുദ്ധിമുട്ടിയാലേ എന്തെങ്കിലും തിരിച്ചു കിട്ടൂ. നമ്മളെല്ലാവരും ഈ ഒരേ സ്വപ്നവും കൊണ്ട് വന്നതാണെങ്കിൽ നമ്മുടെ വഴികൾ വ്യത്യസ്തമാണ്, സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്, അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പം ഷാഹിദയുടെ അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ ചില നുറുങ്ങ് കാര്യങ്ങൾ ആണ് ഈ പുസ്തകത്തിൽ പല അധ്യായങ്ങളിലായിട്ട് അത് വിവരിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യമായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിത രീതിയിൽ പല മാറ്റങ്ങളും വരുത്തേണ്ടി വരും. ഭാഷ, വേഷം, ജീവിതശൈലികൾ എല്ലാം കൂടി ഒരു മാറ്റമാണ് ആദ്യം നമുക്ക് തോന്നുക. അതേസമയം നമ്മുടെ സ്വന്തം നാട്ടിനെ പറ്റിയുള്ള ഓർമ്മകളും ആ ഗ്രഹാതുരത അത് നമുക്ക് വിടാൻ സാധിക്കില്ല എപ്പോഴും. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ സ്വന്തം ഭാഷ സംസാരിക്കുന്ന ആൾക്കാരെ കൂടപ്പുറത്തുകളില്ലെങ്കിൽ കൂട്ടുകാരായിട്ട് അവരെയൊക്കെ സ്വീകരിക്കും. ഭാഷയുടെ ഇതിലും അതിനൊപ്പം തന്നെ നമ്മൾ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്നവർ പലരും
സഹയാത്രികരായിട്ടും സഹപാഠികളായിട്ടും സഹപ്രവർത്തകരായിട്ടും ഒക്കെ പല രാജ്യങ്ങളുടെ പല കോണുകളിൽ നിന്ന് വന്ന കുടിയേറിപ്പാർക്കുന്ന ആളുകൾ മാത്രമല്ല, അഭയാർത്ഥികളായിട്ട് വന്നവരുമുണ്ട്. അങ്ങനെ ഷാഹിദയ്ക്ക് പ്രത്യേകിച്ചും ഈ ഇമിഗ്രൻസിൻ്റെ പോയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് പല പല സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന ആളുകളെ കാണാനും അവരുമായിട്ട് ഇടപഴകാനുള്ള അനുഭവമുണ്ട്. അത് നമ്മൾക്കൊക്കെ കിട്ടിയതിനേക്കാളും കൂടുതൽ. അപ്പോൾ അതിൽ നിന്നുള്ള നുറുങ്ങ കാര്യങ്ങളൊക്കെയാണ് വളരെ ഭംഗിയായിട്ട് ഷാഹിദ ഈ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഈ 108 ഈ അധ്യായങ്ങൾ ഞാൻ പറയാം, ചെറിയ ചെറിയ അധ്യായങ്ങളാണ്. അതിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിൽ 106 ഫസ്റ്റ് പേഴ്സൺ അക്കൗണ്ടാണ്, ഷാഹിദയുടെ സ്വന്തം അനുഭവം. 2 ഒരു ചെറുകഥാ രൂപത്തിലാണ്. ഇതാണ് അവസാനത്തെ കനവുകളുടെ ഒറ്റത്തുരുത്ത്. അതൊരു ചെറുകഥയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. വേറെ ഒരെണ്ണമുണ്ട്, മറ്റേതെല്ലാം സ്വന്തം ജീവിതത്തിൻ്റെ ഏടുകൾ അണിഞ്ഞ് ഒരുക്കി ഉണ്ടാക്കിയ ഒരു സാഹിത്യ സൃഷ്ടി എന്നാണ് ഞാൻ പറയുന്നത്. ഈ ഷാഹിദയുടെ കഴിവിൻ്റെ മികവ് അതെങ്ങനെ നിങ്ങളോട് പറഞ്ഞറിയിക്കണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ വിശ്വാസത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ സരസ്വതി ദേവി വിരൽത്തുമ്പിൽ അനുഗ്രഹിച്ചു. ഇപ്പം തൂലികയല്ലല്ലോ, വിരൽത്തുമ്പാണല്ലോ ഇപ്പോൾ. ആ ദേവിയുടെ കടാക്ഷം എപ്പോഴും വിരലുകളിലുള്ള ഒരു സാഹിത്യകാരിയാണ്. ഇനിയും എഴുതും, ഇനിയും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കും എന്നൊക്കെ ഞാൻ കരുതുന്നു. അത് അപ്പോൾ ഒരു കാര്യം ഞാൻ ചോദിക്കണം, രാജീവ് സമയമുണ്ടെങ്കിൽ ഞാൻ ആ പുസ്തകത്തിൽ നിന്ന് 3-4 വരികളൊന്ന് വായിക്കട്ടെ. അപ്പോൾ കൂടുതൽ ഷാഹിദയുടെ ലാംഗ്വേജിൻ്റെ ഭംഗി മനസ്സിലാക്കാൻ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു വീണ പൂവ് എന്ന് പറഞ്ഞ ഒരു ചെറിയ കഥയിൽ 3-4 വരികൾ മുഴുവൻ വായിക്കുന്നില്ല ഞാൻ. കടും പിങ്ക് നിറത്തിൽ വിടർന്നു നിൽക്കുമ്പോൾ ഒരിക്കൽ പോലും ഈ പൂക്കൾ എന്നെ ഒരു കൊഴിഞ്ഞു പോകലിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാറില്ല. എൻ്റെ അടുക്കളയുടെ വലിയ ജനാലകൾക്കും വിരിയിടാതെ ഞാൻ അവയെ സൂര്യനെ പ്രണയിക്കാൻ പഠിപ്പിച്ചു. ഇത്തിരി പോന്ന മുല്ലച്ചെടി, കൃഷ്ണകുമാർ പറഞ്ഞ മുല്ലച്ചെടി, ഇത്തിരി പോന്ന മുല്ലച്ചെടി ആ പ്രണയമധുരത്തിൽ ആർത്തു വളർന്നു. എപ്പോഴും എനിക്ക് പൂക്കൾ തന്നു, സ്നേഹം പങ്കുവയ്ക്കുന്നു. ഓരോ വൈകുന്നേരവും ആ സുഗന്ധം ആത്മാവിലേക്ക് വലിച്ചെടുത്ത് ഞാൻ എൻ്റെ ജീവിതവും റീചാർജ് ചെയ്യുന്നു. അതിനിടയിലാണ് ഈ ക്രിസ്മസ് കാക്ടസ് നിറയെ പിങ്ക് പൂക്കൾ വിരിയിച്ച് എൻ്റെ പകലുകളെ വർണ്ണാഭമാക്കിയത്. ഡിസംബർ മുതൽ എൻ്റെ അടുക്കളയിലെ കൊച്ചു കാട്ടിൽ വസന്തം തീർത്തത്. എൻ്റെ ഭർത്താവിൻ്റെ ക്യാമറയ്ക്ക് മുമ്പിൽ നാണത്തോടെ ചിരിച്ചു നിന്നത്. ഒരു നിമിഷത്തിൽ എല്ലാം ഒടുങ്ങി. ഈ പൂവ് കൊഴിഞ്ഞു വീഴുമ്പോൾ എൻ്റെ കണ്ണുകൾ നനവ് അറിയുന്നുണ്ട്. അനാഥമായി നിലത്ത് കിടക്കുമ്പോൾ എന്നോട് വീണ്ടും എന്തൊക്കെയോ തളർന്ന ശബ്ദത്തിൽ പറയുന്നുണ്ട്. ജീവിതത്തിൻ്റെ നൈമിഷികതകളെക്കുറിച്ച്, നാളത്തേക്ക് മാറ്റിവെക്കപ്പെട്ട ഒരിക്കലും നടക്കാതെ പോയ സ്വപ്നങ്ങളെക്കുറിച്ച്, ഏറെ നടന്നു തിരിഞ്ഞു നോക്കുമ്പോഴും ഒപ്പം നടന്ന നിഴലുകളെ മായ്ച്ചു കളയുന്ന സന്ധ്യകളെക്കുറിച്ച്, ഇന്നുകളുടെ അസ്തിത്വത്തെക്കുറിച്ച്. എനിക്ക് വളരെ മനസ്സിൽ പറ്റിയ വരികളാണ്. ഇതുപോലെ ആ പുസ്തകത്തിലെ ഏത് പേജ് തുറന്നാലും വായിക്കാൻ എന്തെങ്കിലും ഉണ്ടാകും. അത് എല്ലാ വാചകങ്ങളിലും സ്ഥായിയായി നിൽക്കുന്ന ഭാവം, ആർദ്രത, നന്മ ഒക്കെ നമുക്ക് തെളിഞ്ഞ് കാണാം. അതൊരു വളരെ പ്രത്യേകമായിട്ട് തന്നെ എനിക്ക് തോന്നി. സാഹിത പറഞ്ഞു, ഞാനിത് പുസ്തകം പ്രകാശനം ചെയ്യുന്ന ഇതാണ് അടുത്തത്. അത് വളരെ സന്തോഷപൂർവ്വം ഞാൻ ഈ ചടങ്ങ് നിറവേറ്റുന്നു. ആദ്യമായിട്ടാണ് ഞാനൊരു പുസ്തകം പ്രകാശനം ചെയ്യുന്നത്.
വേഗം പോയി വാങ്ങിക്കുക. ഇപ്പോഴല്ല, 15 മിനിറ്റ് ബ്രേക്ക് ഉള്ളപ്പോൾ. അവസാനമായി സായികയ്ക്കും കുടുംബത്തിനും എല്ലാ ഭാവങ്ങളും നേരുന്നു. ഇനിയും എഴുതുവാനും പ്രസിദ്ധീകരിക്കാനും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് ഇപ്പം എന്താ പറയേണ്ടത്, ഇതുവരെ എന്താ പറയേണ്ടതെന്നുള്ളൊരു രൂപമൊന്നുമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നിങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് പറയാൻ പറ്റുമായിരിക്കും. വളരെ നന്ദി, ഒരുപാട് നന്ദി, എല്ലാവരോടും ഒരുപാട് സ്നേഹം. എൻ്റെ ജീവിതത്തിലെ വളരെ ഏറ്റവും വിലപിടിച്ച ഒരു നിമിഷം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഞാൻ കൃഷ്ണകുമാറിനോടൊന്ന് സംസാരിക്കുമ്പോൾ പറയണ്ടായി, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്കൊരു വലിയ ജോലി കിട്ടുമോ അല്ലെങ്കിൽ ഞാൻ മില്യണർ ആവുമോ, അതൊന്നുമല്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരി ആവുക. ഞാൻ അതിനകത്തേക്കുള്ള ഒരു ചവിട്ടുപടിയിലാണ്. ഞാൻ ഇനിയും ഒരു എഴുത്തുകാരി ആയി എന്നൊന്നും പറയാൻ എനിക്ക് പറ്റില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും. ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന നന്മ എന്ന് പറയുന്നത് അത് തന്നെയാണെന്നാണ് എൻ്റെ വിചാരം. അപ്പം എല്ലാവരോടും ഒരുപാട് നന്ദി. എനിക്കറിയാം ഒരു ശനിയാഴ്ചയാണ്, നല്ല മഴ, വൈകിട്ട് വീട്ടിലൊരു കട്ടൻ ചായയൊക്കെ കുടിച്ച് നല്ല സുഖമായിട്ട് ഇരിക്കാനൊക്കെ എല്ലാവർക്കും തോന്നും. അപ്പോൾ എൻ്റെ ഷായിദയുടെ ഒരു പുസ്തകം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ എത്തിയ ഒത്തിരി പേരുണ്ട്. എല്ലാവർക്കും ഒത്തിരി നന്ദി, സ്നേഹം. പിന്നെ എന്നെക്കുറിച്ച് ഒരുപാട് നല്ല വാക്കുകൾ പറഞ്ഞു കൃഷ്ണ. എനിക്ക് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ അത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. സുചേച്ചി ബുക്ക് വായിച്ചപ്പോൾ നമ്മൾ എഴുതിയത് വേറൊരാൾ വായിച്ച് കേൾക്കുന്നതും അപ്പം നമുക്ക് ഭയങ്കര ഒരു അപരിചിതത്വം തോന്നും. ചിലപ്പോൾ ഇത് ഞാൻ തന്നെ എഴുതിയതാണോ, അല്ലെങ്കിൽ നമുക്ക് അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയത് ഞാൻ അത് എഴുതിയ ആ സമയത്തെക്കുറിച്ചാണ്, ഏതൊരു മൊമെൻറ്റിലായിരുന്നോ ഞാൻ ഉണ്ടായിരുന്നത്, അങ്ങോട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത് അത് കേൾക്കുമ്പോൾ. അത് വലിയൊരു സന്തോഷം. ചേച്ചിയെ കൊണ്ട് ഇത് പ്രകാശനം ചെയ്യിക്കണമെന്നുള്ള എനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു. ഞാനത് ചോദിച്ചപ്പോൾ ചേച്ചി യാതൊരു മടിയും കൂടാതെ സമ്മതിച്ചു. ഒരുപാട് നന്ദി. ഇനിയിപ്പോൾ ഞാൻ എന്താ പറയേണ്ടത്, ഈ ബുക്കിലേക്ക് എത്തിച്ചേർന്നത് ചേച്ചി പറഞ്ഞതുപോലെ നമ്മൾ കാനഡയിലേക്ക് എത്തുമ്പോൾ എല്ലാവർക്കും ഓരോരോ സ്വപ്നങ്ങളുണ്ട്. എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തിരിച്ച് നാട്ടിലോട്ട് പോകുക എന്നുള്ളതായിരുന്നു. കാരണം ഞാൻ ഒട്ടും ആഗ്രഹിച്ച് കാനഡയിലോട്ട് വന്ന ഒരാളല്ല. എനിക്ക് എൻ്റെ നാട്, എൻ്റെ വീട്, പിന്നെ എൻ്റെ നാട്ടുകാർ, എൻ്റെ സുഹൃത്തുക്കൾ, അതൊക്കെ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യങ്ങൾ. അതിന് ഒരിക്കലും കാനഡ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേടുപോലെ ഒരാളുടെ കൂടെ ഇറങ്ങി തിരിക്കുമ്പോൾ അയാൾ പോകുന്ന വഴിയെ നമുക്ക് പോയല്ലേ പറ്റുള്ളൂ. അങ്ങനെ എത്തിച്ചേർന്നതാണ് കാനഡയിൽ. പക്ഷെ ഇവിടെ വന്നിട്ട് ആദ്യം വന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് ഡിപ്രഷൻ ഉണ്ടായിരുന്നു, ഒറ്റയ്ക്കായി പോയതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു. മോൻ വളരെ ചെറുതായിരുന്നു, 5 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ജോലിക്ക് പോകുന്നില്ല, വീട്ടിലിരിക്കുന്നു, തീരെ അപരിചിതമായ കാലാവസ്ഥ, ആളുകളെ കാണുന്നില്ല. മഞ്ഞൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. MGയുടെ മഞ്ഞൊക്കെ ഭയങ്കര അന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഈ മഞ്ഞിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോകണമെന്ന്. പക്ഷേ ഏറ്റവും എനിക്ക് തോന്നുന്ന ആ സമയത്തൊക്കെ എനിക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കിയത് മഞ്ഞ് കാണുമ്പോഴായിരുന്നു. കാരണം മഞ്ഞ് കാണുമ്പോഴൊക്കെ അതെന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു, നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി ദൂരെയാണ്, നമ്മുടെ നാട്ടിൽ നമ്മൾ മഞ്ഞ് കാണുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് നാട്ടിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായപ്പോഴാണ് റഫി എൻ്റെ അടുത്ത് ചോദിക്കണേ എന്തുകൊണ്ട് നമുക്ക് വീണ്ടും എഴുതി തുടങ്ങിക്കൂടാ. കാരണം നമുക്ക് ചിലപ്പോൾ പുള്ളി ആലോചിച്ചിട്ടുണ്ടാവും ഡിപ്രഷൻ അടിച്ച് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നതിലും വേറെ ഇവിടെ കൊണ്ട് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് ഞാൻ എഴുതി തുടങ്ങിയത് മീൻസ് രണ്ടാമത് എഴുതി തുടങ്ങിയത്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ എഴുതി തുടങ്ങിയ ഒരാളാണ്, എഴുതിക്കൊണ്ടിരുന്ന ഒരാളാണ്. രണ്ടാമത് എഴുതി തുടങ്ങിയത് ഇവിടെ വന്നിട്ട് ഈ ഒരു ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ എഴുതി തുടങ്ങി, എഴുതിയപ്പോൾ നല്ല റെസ്പോൺസ് കിട്ടി തുടങ്ങി, ആൾക്കാർക്കൊക്കെ ഇഷ്ടമായി തുടങ്ങി. പിന്നെ ജോലിക്ക് പോയപ്പോൾ ഇമിഗ്രൻസിനും അഭയാർത്ഥികൾക്കും ഒക്കെ സേവനങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. ഒരുപാട് ആളുകളെ കാണുന്നുണ്ട് ദിവസവും. അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നതൊന്നും അല്ല ശരിക്കും ജീവിതത്തിൻ്റെ കടുപ്പം, ആ കാഠിന്യമൊക്കെ ഇതിനേക്കാളൊക്കെ ഒരുപാട് കൂടുതലാണ്. നമ്മളൊന്ന് വീഴുമ്പോൾ അല്ലെങ്കിൽ ഒരിടത്ത് തട്ടുമ്പോൾ കാലം മുറിയുന്നത് പോലെ അല്ല, ഓരോരുത്തർ മുറിവേറ്റ മനസ്സുമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അവരനുഭവിച്ചതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ
പിന്നെ അവരെക്കുറിച്ച് എഴുതി തുടങ്ങി. ഞാൻ വിശ്വസിക്കുന്നതും ഇപ്പോഴും വിചാരിക്കുന്നതും നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോരുത്തർക്കും നമ്മളോട് പറയാൻ ഒരു കഥയുണ്ടാവും. അത് കേൾക്കാനുള്ള ഒരു ചെവി ഉണ്ടാവണം. ഈ ലോകത്ത് പലപ്പോഴും കഥ പറയാൻ ഒരുപാട് പേരുണ്ട്, കേൾക്കാൻ അധികം ആൾക്കാരില്ല. അപ്പൊ അങ്ങനെ കഥകൾ കേട്ടു തുടങ്ങി. അങ്ങനെ കേട്ട് അത് എഴുതി തുടങ്ങി. അവരുടെ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ എഴുതി തുടങ്ങിയത്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ ഈ പറയുന്ന കഥ വേറെ ആരെങ്കിലും കേൾക്കണമല്ലോ. അങ്ങനെയാണത് ബ്ലോഗായത്, പിന്നീട് ബുക്കിലേക്ക് എത്തിയത്. ഒരുപാട് സ്നേഹം തന്നിട്ടുണ്ട് കാൽഗരി മലയാളികൾ. ഒരുപാട് സുഹൃത്തുക്കളെ എനിക്ക് തന്നിട്ടുണ്ട് എഴുത്ത്. സ്നേഹത്തിന്റെ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു, അസോസിയേഷൻ്റെ പരിപാടിക്ക് കയറിയിട്ട് സ്നേഹം എന്ന് മാത്രമാണല്ലോ പറഞ്ഞതെന്ന്. അപ്പൊ ഞാൻ സ്നേഹത്തിന് ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. സ്നേഹമില്ലായ്മയാണ് ഇപ്പോഴത്തെ ലോകത്തിന്റെ ഒരു പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്നേഹം ഉണ്ടെങ്കിൽ അവിടെ വഴക്കുണ്ടാവും, സ്നേഹം ഉണ്ടെങ്കിലും. പക്ഷെ ഒരിക്കലും ഒരു വെറുപ്പോ നമുക്ക് നമ്മുടെ സഹോദരനെ തീർക്കണം എന്നുള്ളൊരു പകയോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ആ സ്നേഹത്തിലും കരുതലുമാണ് വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ഒരുപാട് സ്നേഹം കിട്ടിയ ഒരാളാണ്, അതുപോലെ തന്നെ സ്നേഹം കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. ഇനി എന്താ പറയണേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ പ്രോത്സാഹിപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. ഒരുപാട് സംഘടനകളുണ്ട്, കാവ്യസന്ധ്യ, നമ്മൾ ടീം, മലയാളി അസോസിയേഷൻ, IAPC, അങ്ങനെ ഒരുപാട് സംഘടനകൾ പ്രോത്സാഹനം തന്നിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും നന്ദി. എൻ്റെ കൂടെ എപ്പോഴും നിൽക്കുന്ന, ഞാൻ എഴുതുന്നതൊക്കെ വായിച്ചിട്ട് ചിലപ്പോൾ സങ്കടപ്പെടുന്ന, ചിലപ്പോൾ സന്തോഷിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെയധികം നന്ദി. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ധന്യമായ നിമിഷങ്ങളാണ് കടന്നുപോയത്. വളരെയധികം അഭിമാനം തോന്നുന്ന നിമിഷങ്ങൾ. സ്നേഹമാണ് അഖിലസാരമൂല്യയിൽ എന്ന് വിശ്വസിക്കുന്ന സാഹിത ഇനിയും എഴുതണം, വലിയൊരു എഴുത്തുകാരിയാവണം എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നമുക്കെല്ലാവർക്കും ഒരുപാട് ആദരവും സ്നേഹവും ഉള്ള ഒരു കലാപ്രതിഭയെ ആദരിക്കുന്ന ചടങ്ങാണ്. അത് മറ്റാരുമല്ല, കണ്ണൻ എന്ന അതുല്യ കലാകാരനാണ്. ശ്രീ രവി മേനോൻ സാർ, രവിചേട്ടനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തീരെ വിചാരിക്കാണ്ടിരിക്കുമ്പോഴായിരിക്കും ഓരോ ഭാഗ്യം കൈവരുന്നത്. അങ്ങനെയുള്ള ഒരു നല്ല ഭാഗ്യമാണ് എനിക്കിന്ന് കിട്ടിയിരിക്കുന്നത്. വളരെ വളരെ സന്തോഷവും ഉത്സാഹവും പ്രചോദനവും കൂടാതെ ആവേശവും തരുന്ന ഒരു ജോലി നിർവഹിക്കാനാണ് ഞാൻ ഇവിടെ കയറിയിരിക്കുന്നത്. നമ്മുടെ മലയാളി സമൂഹത്തിൽ കാൽഗരിയിൽ നിന്ന് ഒരു ഇൻ്റർനാഷണൽ റെക്കഗ്നിഷൻ കിട്ടുന്ന ഒരു പ്രതിഭയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും എൻ്റെ ചുമതലയായിട്ട് ഞാനത് ചെയ്യുന്നു എന്ന് മാത്രം. നിങ്ങളിൽ പലർക്കും അദ്ദേഹത്തിനെ എനിക്കറിയുന്നതിൽ കൂടുതൽ പരിചയമുണ്ടാവും. ഏതായാലും ഞാനതൊരു ഭാഗ്യമായി കണ്ട് അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുവാനും നമ്മുടെ അനുമോദനവും അഭിനന്ദനവും സന്തോഷവും അറിയിക്കുവാനും ഈ അവസരം ഉപയോഗിക്കുന്നു. ആദ്യമായി ശ്രീ കണ്ണനെ പറ്റിയിട്ട് ഏതാനും വാക്കുകൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. അനുസ്യൂതമായ തൻ്റെ സംഗീത സഫലതയുടെ ഫലമായി ശ്രീ കണ്ണൻ നേടിയതും താണ്ടിയതും വളരെ പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ്. പ്രശസ്ത സംവിധായകനായ ജയരാജിൻ്റെ നിറയെ തത്തകളുള്ള മരം എന്ന സിനിമയിലെ സംഗീതവും പശ്ചാത്തല ഗാനവും സംവിധായകനായി അദ്ദേഹം ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഇത് തികച്ചും
ആഹ്ലാദകരമായൊരു മുഹൂർത്തവുമാണ്. ഞങ്ങളെല്ലാവരും ഈ സന്തോഷ നിമിഷത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും അഭിമാന പുരസ്സരം സ്മരിച്ചുകൊണ്ട് ഞങ്ങളുടെ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഈ സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇത് വിശ്വപ്രസിദ്ധമായ കാൻസ് ഫിലിം ഫെസ്റ്റിവലിലും അതുപോലെ വളരെ പ്രധാനപ്പെട്ട പല ചലച്ചിത്ര മേളകളിലും ശ്രദ്ധ നേടി പ്രസിദ്ധി ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴിതാ രണ്ടാമതായി ഒരു സിനിമയിലും, അതിൻ്റെ പേര് അവൾ എന്നാണ് തോന്നുന്നു, അവൾ എന്നുള്ള ആ സിനിമയിൽ സംവിധായകനായി വീണ്ടും നിയമിതനായിരിക്കുന്നു. 2 സിനിമകളും പ്രദർശനത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ അറിയുന്നത്. കാൽഗരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൈതോല മ്യൂസിക് ബാൻഡിന്റെ ചുക്കാൻ പിടിക്കുന്നതും ശ്രീ കണ്ണനാണ്. ശ്രീ കണ്ണന്റെ പിതാവ് കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ആയ ശ്രീ CJ കുട്ടപ്പൻ. അദ്ദേഹത്തിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സ്വതസിദ്ധമായ കഴിവും അക്ഷീണമായ പരിശ്രമവും നിസ്സീമമായ സംഗീതപ്രേമവും ശ്രീ കണ്ണന്റെ പടിപടിയായുള്ള ഈ ഉയർച്ചയ്ക്ക് നിദാനമാണ്. ഇത്രയും അനുഗ്രഹീതനായ ഈ കലാകാരനെ അനുമോദിക്കുവാനും ആദരിക്കുവാനും അവസരം ലഭിച്ച നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. എല്ലാവർക്കും വേണ്ടി ആ പുണ്യകർമ്മം ഞാനിവിടെ വിനയപൂർവ്വം സന്തോഷപൂർവ്വം നിർവഹിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് ഒരു ഔപചാരികതയുടെ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. വേദിയിലിരിക്കുന്നവരും എല്ലാവരും അടുത്ത സുഹൃത്തുക്കളും കൂടപ്പുറപ്പുകളും പോലെ തന്നെയാണ്. ഇങ്ങനൊരു ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ എന്ത് സംസാരിക്കണം, രാജുവേട്ടൻ 2 വാക്ക് സംസാരിക്കണമെന്നുള്ളത് വേദിയിൽ കയറി പാടി മാത്രമേ ശീലിച്ചിട്ടുള്ളൂ. ഞാനിത് സംസാരിച്ചിട്ടില്ല. അപ്പം പ്രത്യേകിച്ച് ധാരണകളൊന്നുമില്ല എന്ത് പറയണമെന്നുള്ളതിനെ കുറിച്ച്. ഞാൻ ആ സാഹിത്യ ചേച്ചി പറഞ്ഞു നിർത്തിയെടുത്തെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ അവിടെ നിന്ന് ആലോചിക്കാറ് എന്ത് ഞാൻ പറയും. അപ്പോഴാണ് സാഹിത്യ ചേച്ചിയുടെ എനിക്ക് 2 പോയിന്റ്. ചേച്ചി പറഞ്ഞതുപോലെ ഒന്ന് സ്നേഹത്തെക്കുറിച്ചാണ് ചേച്ചി സംസാരിച്ചത്. നമുക്ക് തുറന്ന് സ്നേഹിക്കാൻ പറ്റുക എന്ന് കഴിയുന്നിടത്താണ് ഒരു കലാകാരൻ ഉണ്ടാകാൻ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അന്യോന്യം പരസ്പരം തുറന്ന് സ്നേഹിക്കാൻ പറ്റുക, അതിനപ്പുറം മറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കൂടെ ചേച്ചി പറഞ്ഞ പോലെ ഇവിടെ വന്ന് ജോലി തേടുക, ജോലി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ്, അല്ല അങ്ങനെ ചേച്ചി പറഞ്ഞിട്ട് ജോലി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെന്ത് ചെയ്യുന്നല്ലേ, നമുക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള സംഭവം. ഞാൻ 2014 കാൽഗരിയിൽ വരുന്നത്. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ ഒപ്പം നാടൻ പാട്ടുകളുടെ പരിപാടിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ടിരിക്കുന്ന ഒരു സ്റ്റേജ്
കറുകച്ചാലിലാണ്. അന്ന് ഞങ്ങൾ സ്റ്റേജിൽ ഇരുന്നാണ് പാട്ട് പാടുന്നത്. അപ്പം ഞാനൊരു 2-3 പാട്ട് വരെയൊക്കെ ഞാൻ അച്ഛനോട് ഇരിക്കും. 3-4 പ്രോഗ്രാം എപ്പോഴും അമ്പലങ്ങളിലൊക്കെ ആയിരുന്നു ഒരു 10 മണിയൊക്കെ ആകും തുടങ്ങുന്നത്. അപ്പോൾ ഒരു 3-4 പാട്ട് വരെയൊക്കെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ ഓർക്കും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന റോഡിയോയിലൊക്കെ കുഞ്ഞിൻ്റെ അകത്തൊക്കെ ഉള്ളൂ. അപ്പോൾ എനിക്കൊരു കുഞ്ഞുടുക്ക്, ഒരു ചെറിയ ഉടുക്കുണ്ട്. അതെനിക്ക് ഉടുക്കുന്നത് ജോസഫിൻ്റെ കാര്യമാണ്, കൊച്ചുടുക്കുണ്ട്. അപ്പം അത് വെച്ചാണ് ഞാൻ ഇരിക്കുന്നത്. ഒരു 3 പാട്ട് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഉറക്കം വരും. ഞാൻ അച്ഛൻ്റെ മടിയിൽ കിടന്നുറങ്ങും. പിന്നെ എൻ്റെ അച്ഛൻ ഒരു മടിയിലിട്ടാണ് ഞാൻ പാട്ട് പാടുന്നത്. ഒരു വേദിയിൽ ഇതുപോലെ ആദ്യമായിട്ട് ഞാനൊരു പാട്ട് പാടി. അതുവരെ ഇങ്ങനെ കുറച്ചിനൊക്കെ പാടുള്ളൂ. അന്ന് തന്നെ ആൾക്കാരെല്ലാം ഇങ്ങനെ എടുത്തോണ്ട് കുഞ്ഞാണ്, വലിയ പാട്ടിലെ പെർഫെക്ഷനൊന്നുമല്ല, കൊച്ചു പാട്ട് പാടുന്നു, കുട്ടി പാടുന്നു എന്നുള്ള ഇതുകൊണ്ട് ആൾക്കാർ എടുത്തോണ്ടൊക്കെ പോയി. അതാണ് എൻ്റെ ഓർമ്മയിൽ ചെറുപ്പത്തിലുള്ള ആദ്യമായിട്ട് ഞാൻ പാടിയത് ഒരു വേദി. അതിനുശേഷം 2014 കാലഘട്ടം വരുന്നോളം വരെ അച്ഛൻ്റെ കൂടെ വേദികൾ പങ്കിടാറുണ്ട്. ഒരുപാട് പ്രതീക്ഷിക്കാത്ത വേദികളിലൊക്കെ അച്ഛൻ്റെ കൂടെ നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. തൊണ്ടയിലോട്ട് വരുന്നതിന് മുമ്പാണ് എൻ്റെ പഴശ്ശിരാജ സിനിമയിലെ ഇളയരാജ സാറിൻ്റെ മ്യൂസിക്കിൽ ഞങ്ങൾ പാടിയിട്ടുണ്ട്. പക്ഷേ അത് അതിനകത്ത് അമ്പും കുമ്പും കൊമ്പം കാറ്റും കുമ്പപ്പാട്ടിൻ മേളം തട്ടും വിട്ടും അങ്ങനൊരു പാട്ടുണ്ട് അതിനകത്ത്. അവരുടെ ഒരു യുദ്ധത്തിന് മുമ്പായിട്ട് ഒരു ട്രൈബൽ സീക്വൻസിനകത്ത് വരുന്നത്. അപ്പം അതിൽ ഞങ്ങളുടെ ടീമും ഞാനും അച്ഛനും ബാനർജിയും മത്തായും രാജാ സാറും മഞ്ജരിയും കൂടെയാണ് പാട്ട് പാടിയിരിക്കുന്നത്. അപ്പം അതാണ് ആദ്യമായിട്ടുള്ളൊരു സിനിമയിലായിട്ടുള്ളൊരു എൻട്രി. അതിനൊന്നും അച്ഛൻ്റെ റെക്കോർഡിങ്സിലൊക്കെ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ട്. ജയരാജ് എങ്ങനെയാണ് ഒരു കരണം സിനിമയിലെ 2001 തോന്നുന്നു ജയരാജ് കരണം സിനിമ. അത് നാഷണൽ അവാർഡിൽ ഇന്റർനാഷണൽ റെക്കഗ്നേഷൻ കിട്ടിയ മൂവിയാണ്. അതിൽ അച്ഛനായിരുന്നു എൻ്റെ മ്യൂസിക്. അതിലാണ് ഞാൻ ആദ്യമായിട്ട് ജയരാജ് കാണുന്നത്. പക്ഷെ അന്ന് കുഞ്ഞാണ്. അതിനുശേഷം ഇപ്പോൾ റീസെൻ്റ്ലി ഈ മൂവി ഇപ്പം ഈ മൂവി ഞാൻ പ്രതീക്ഷിച്ചിരുന്നൊന്നുമല്ല, പക്ഷെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. മൂവിയിലോട്ടുള്ള എൻട്രി മൂവി തന്നെയാണ്. ഒരു പാട്ടുകാരൻ്റെ അല്ലെങ്കിൽ ഒരു മ്യൂസിക് കമ്പോസറിൻ്റെ ഡ്രീം എന്ന് പറയുന്ന പോലെ നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒരു ഡ്രീമിൽ നെക്സ്റ്റ് ഇയർ ആയിരുന്നു. നെക്സ്റ്റ് ഇയറിൽ നാട്ടിൽ പോകണം, എവിടുന്നേരൊക്കെ കടം മേടിച്ചൊരു 2-3 മാസം നാട്ടിൽ നിൽക്കണം, കുറേ ഡയറക്ടേഴ്സിനെ കാണണം, കെഞ്ചറോണൊക്കെ ഉള്ള പ്ലാനിൽ ഇരിക്കുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷയുടെ അച്ഛൻ്റെ ദിവസം വിളിക്കുന്നത് ഈ ഇലക്ഷൻ്റെ സമയത്താണ്. അപ്പോൾ അച്ഛൻ നല്ല തിരക്കിലാണ്. അച്ഛൻ തിരുവനന്തപുരം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. എന്നെ ഒരു ദിവസം രാത്രി ഒരു വൈകുന്നേരം വെച്ചിട്ട് മോനെ ഞാൻ ജയരാജ് സാർ ഇങ്ങനെ വിളിച്ചു, ഒരു പാട്ടിന് ഒരു സിനിമയ്ക്ക് ഒരു ലിറിക്ക് ചെയ്യണം, എനിക്കൊന്നും എഴുതാൻ പറ്റുന്നില്ല, സമയം കിട്ടുന്നില്ല, നീ എന്തൊരു മൂളിയിട്, ഞാനിന്ന് കണ്ണൂരിന് പോകുമ്പോൾ ട്രെയിനിലിരുന്ന് എഴുതാം, നീ എന്തെങ്കിലും ഒന്ന് മൂളിത്ത സിറ്റുവേഷൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്നാണ് സിറ്റുവേഷൻ, നീ പറ്റുന്ന എന്തെങ്കിലും ചുമ്മാ ഒന്ന് മൂളിയിടുന്നു, എനിക്ക് അച്ഛനൊന്നും കിട്ടുന്നില്ല, സമയമില്ലാത്തതാണ്. അങ്ങനെ മൂളിക്കൊടുത്തൊരു ട്യൂണാണ് നിറയെ പെട്ടോളം മരം എന്ന് പറയുന്ന സിനിമയിലെ സാർ ആദ്യമായിട്ട് സെലക്ട് ചെയ്തപ്പോൾ അച്ഛൻ അതിൽ ലിറിക്സ് എഴുതിയിട്ട് അച്ഛൻ മൊബൈലിൽ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് സാറിന് അയച്ചു കൊടുക്കും. അപ്പോൾ സാറത് കേട്ടിട്ട് സാറ് അച്ഛനോട് പറഞ്ഞു, അത് ശരിക്കും മ്യൂസിക് ചെയ്യാൻ ആ സിനിമ സംഗീതം ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഒന്നും മോഹൻ സിത്താർ സാറായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. ആ സിനിമയ്ക്ക് വെച്ചിരുന്നില്ല മ്യൂസിക്. ഈ മ്യൂസിക് അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ആ മ്യൂസിക് കൂടെ കടമെടുത്തോട്ടെ എന്ന് സാറ് ചോദിക്കുന്നു. അപ്പം അച്ഛൻ പറഞ്ഞു, ഞാൻ എൻ്റെ മോനോട് ചോദിച്ചിട്ട് അവനാണ് ആ പാട്ട് കമ്പോസ് ചെയ്തത്. അങ്ങനെ ഒരു ദിവസം ഞാൻ ബേസിക്കലി ഒരു ട്രക്ക് ഡ്രൈവറാണ്. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് ലെത്ബ്രിഡ്ജ് എങ്ങാണ്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോള് വരുവാണ്. സമയം എടുക്കുന്നുണ്ടോ? ജയരാജ് സാറിൻ്റെ ഒരു അപ്പോൾ എൻ്റെ ഒരു സീനിയർ ഞാൻ ആളാണെന്നാണ് വിചാരിച്ചത്. ഞാനപ്പം അങ്ങനെ അഭിസംബോധന ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് അല്ല, ഞാൻ ഡയറക്ടർ ജയരാജാണ്, ഞാൻ അങ്ങനത്തെ ഒരു കഷ്ടത്തില്ല, കൂട്ടുകാരെ വിളിക്കുന്ന പോലെ വിളിച്ചത്. പക്ഷെ വലിയ അബദ്ധമായി പോയി. ഞാൻ പിന്നെ ക്ഷമയൊക്കെ പറഞ്ഞു. സാറിങ്ങനെ പറഞ്ഞു, കാരണം ആ പാട്ട് കൊള്ളാം, അത് വെക്കാം. അപ്പോൾ എനിക്ക് പിന്നെ വണ്ടി ഓടിക്കും, ഒരു അരമണിക്കൂറത്തേക്ക് ഞാൻ വണ്ടി ഓടിച്ചില്ല, അല്ലെങ്കിൽ മുട്ടല്ലായി ഇരിക്കുമായിരുന്നു. ഞാൻ വണ്ടി ഒത്തേക്ക് ഇട്ടിട്ട് ഒരു അരമണിക്കൂർ റിലാക്സ് ചെയ്ത് തപ്പിൻ്റെ വണ്ടിയിൽ. അങ്ങനെ ആ പാട്ട് ചെയ്ത ശേഷമാണ് സാറ് പാട്ട് അങ്ങനെ ഒരു പാട്ടേ ഉള്ളായിരുന്നു. പക്ഷേ സാർ അതിനകത്ത് പിന്നെ വീണ്ടും ഒരു പാട്ടൂടെ വയലാർ സാറിൻ്റെ ഒരു പഴയ പാട്ടുണ്ട്, കായലിനക്കരെ പോകാൻ എനിക്കൊരു കളിവെള്ളം ഉണ്ടായിരുന്നു, ആ പാട്ടും. അപ്പോൾ അതിനകത്തോട്ട് ആഡ് ശരിക്കും അതൊരു സിനിമയുടെ മൂഡിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അത് സാർ പിന്നെ അതിനകത്ത് റീമേക്ക് ചെയ്തു.
അതും വർക്ക് ചെയ്യാൻ പറ്റി. അത് രണ്ടും കഴിഞ്ഞപ്പോഴാണ് സാർ പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ, പശ്ചാത്തല സംഗീതം കൂടെ ചെയ്യാൻ പറയുന്നത്. അങ്ങനെയാണ് അതിലേക്ക് എത്തിയത്. അല്ലാണ്ട് നമ്മൾ ചെയ്ത വർക്കുകളുടെ അല്ലെങ്കിൽ ഒന്നും ചെയ്തങ്ങനെ ഒന്നും പ്രൊഡക്ഷനൊന്നും കാഴ്ച വെക്കാനായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ കണക്ട് ചെയ്ത് വന്നാൽ ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് രണ്ടാമത്തെ വർക്ക് അവള് വരുന്നത്. സാർ ആ പടം സാറിന് ക്രൂസിനും സാറിൻ്റെ ക്രൂവിനും കംപ്ലീറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ രണ്ടാമത്തെ പടത്തിൽ. ഇതിപ്പം പ്രീ പ്രൊഡക്ഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞില്ല. അതായത് എനിക്കൊന്ന് KPC ലളിത ചേച്ചിയുടെ അവസാനത്തെ സിനിമയാണ് അവളെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് സ്കോറും നമ്മൾ തന്നെ ചെയ്തു. അപ്പോൾ ചേച്ചിയുടെ അവസാനത്തെ ആ സീക്വൻസുകളൊക്കെ നമുക്ക് സിനിമയിൽ വളരെ പെയിൻഫുള്ളായിട്ടുള്ള ഒത്തിരി സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയാണ് സിനിമയുടെ കാര്യങ്ങൾ. ഏതായാലും അവിടെ വരെ എത്താൻ പറ്റിയതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. കാൽഗറിയിൽ വന്നതിന് ശേഷം ഒരുപാട് സപ്പോർട്ട് എനിക്കുണ്ടായിട്ടുണ്ട്. എല്ലാം സുഹൃത്തുക്കളുടെ കയ്യിലാണ്. സിനിമയുടെ പാട്ടിൻ്റെ വഴിക്കാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലാണ്ടുള്ള സപ്പോർട്ട് എല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ് എനിക്ക് തന്നിട്ടുള്ളത്. എൻ്റെ എല്ലാ സംഘടന കാവ്യസിൻ്റെയൊക്കെ തുടക്കം ഞാൻ വന്ന കാലം മുതൽ രാജുവേട്ടൻ്റെ കൂടെ സഹകരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ഇതൊരു പ്രത്യേക ഒരു സദസ്സ് പോലെ എനിക്ക് തോന്നാറില്ല. ഞാൻ ചേച്ചി പറഞ്ഞ പോലെ അതിനകത്ത് ചേച്ചി പറഞ്ഞ പോയിന്റിനകത്ത് ഒരു 2 വരി എൻ്റെ അച്ഛനെന്നെ പഠിപ്പിച്ചൊരു 2 വരി ഞാൻ പാടി നിർത്താം. ഇത്തിരി നല്ല കവിതകളൊക്കെ പറയാനിരിക്കുന്നുണ്ട്. പാട്ടും പാരുന്ന കേട്ടു ഞാൻ പണ്ടേ മറന്നേ, ഒട്ടും കോരവായും ഞാൻ പണ്ടേ കളഞ്ഞേ. ബുദ്ധിമുട്ടില്ല എനിക്ക് എല്ലാവർക്കും കൈകൊള്ളാം. പാട്ടും പാരുന്ന കേട്ടു ഞാൻ പണ്ടേ മറന്നേ, ഒട്ടും കോരവായും ഞാൻ പണ്ടേ കളഞ്ഞേ. എന്നിട്ടും പാടാണ്ടിരിക്കാൻ വയ്യടിതയ്യേ, എന്നിട്ടും കൊട്ടാണ്ടിരിക്കാൻ വയ്യടിതയ്യേ, എന്നിട്ടും പാടാണ്ടിരിക്കാൻ വയ്യടിതയ്യേ, എന്നിട്ടും കൊട്ടാണ്ടിരിക്കാൻ വയ്യടിതയ്യേ. താനതിന്ദിന തിന്തിന്നോ താനേ എന്തെങ്കിലും താരാതിന്നോ. ഇനിയുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്ന നാടിൻ്റെ നട്ടല് പൊട്ടി നമ്മൾ ചാകും. ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്ന നാടിൻ്റെ നട്ടല് പൊട്ടി നമ്മൾ ചാകും. ചാവാണ്ടിരിക്കാനെങ്കിലും പാടടിതയ്യേ, പാടിയിട്ട് ചാവാനെങ്കിലും പാടടിതയ്യേ, ചാവാണ്ടിരിക്കാനെങ്കിലും പാടടിതയ്യേ, പാടിയിട്ട് ചാവാനെങ്കിലും പാടടിതയ്യേ, പാടിയിട്ട് ചാവാനെങ്കിലും പാടടിതയ്യേ, പാടിയിട്ട് ചാവാനെങ്കിലും പാടടിതയ്യേ. എല്ലാവർക്കും പാട്ട് പാടണം. കണ്ണന് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഈ അടുത്തതായി ക്യാമറ കണ്ണിലൂടെ നിമിഷങ്ങളെ ഒപ്പിയെടുത്ത് മായാജാലങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു അത്ഭുത പ്രതിഭയെയാണ് ഇനി ആദരിക്കാൻ പോകുന്നത്. നമ്മുടെ സ്വന്തം റോഡിയെ ആദരിക്കാനായി ഞാൻ ശ്രീ ജോർജ് അബ്രഹാം സാറിനെ ക്ഷണിക്കുന്നു.
സമ്പാദിക്കാൻ മാത്രം ജീവിച്ചൊരു മനുഷ്യനാണ്. ഈ നല്ല കലാകാരനെ അഭിനന്ദിക്കാനായിട്ട് വിളിക്കുന്നതിന് മുമ്പ് ഒരു കവിത ഭാസ്കരൻ മാഷെഴുതി യേശുദാസ് പാടിയതാണ്. പാടുവല്ല ഞാൻ വായിക്കുന്ന മാത്രമാണ്. ശിലയെ കൈകൊണ്ട് ശിവരൂപമാക്കുന്ന കലയുടെ കാൽകളിൽ കൈതൊഴുന്നു, മുളയെ ചുംബിച്ച് മുരളിയായി മാറ്റുന്ന മുരഹര പദകൽപ്പം കൈതൊഴുന്നു. പ്രിയപ്പെട്ട കലാസാധകരെ, പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്ന സുഹൃത്തുക്കളെ, എൻ്റെ എളിയ മനസ്സിൻ്റെ ബഹുമാനം ഞാൻ സമർപ്പിക്കട്ടെ. നാടൻ ഭാഷയിൽ മനസ്സിൽ മറക്കാത്ത ഗദ്യമായി വന്ന മുഹമ്മദ് ബഷീർ സാറിനെയും ഇവിടെ ഇരിക്കുന്ന മേനോൻ സാറിൻ്റെ ഫാദറായിരുന്ന ഗദ്യഭാഷയിലെ ആചാരബാഹുവായിരുന്ന പുത്തെഴുത്തിനാണ് അതിന് ഇടയിലുള്ള സാഹിത്യകാരന്മാരും വള്ളത്തോൾ തൊട്ട് സുഗതകുമാരി വരെയുള്ള കവിതാ ശ്രേഷ്ഠയും അരവിന്ദൻ്റെ ചെറിയ മനുഷ്യനും വലിയ ലോകവും OV വിജയനും MP പോളും മാധവിക്കുട്ടിയും മുകുന്ദനും തുളസിയും അത് വായിക്കാനിടയാക്കിയ കാരണഭൂതമായ മാതൃഭൂമിയാക്കിത്തർക്കും ആണ് എൻ്റെയും സമകാലീനരുടെയും മനുഷ്യരാക്കി തീർത്തത്. ക്യാമറയുമായി കണ്ണുകൾ കൊണ്ട് കഥയോ ജീവിതമോ ഹൃദയസ്പർശിയായി അവതരിപ്പിക്കാൻ കഴിഞ്ഞ അരവിന്ദനോടുള്ള എൻ്റെ പ്രണാമം ചെയ്യാതിരിക്കാൻ വയ്യ. ഇക്കാലത്ത് എല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സാണ്. മൊബൈൽ ഫോൺ കൊണ്ട് നിഷ്പ്രയാസമായിട്ട് പടങ്ങൾ എടുക്കാം. അത് വെറും പടങ്ങൾ മാത്രമാണ്. പക്ഷേ എടുക്കുന്ന ചായക്ക് ചൈതന്യമോ കാർമുകിലോ വേണമെങ്കിൽ ഉൾക്കണ്ണുണ്ടായിരിക്കണം. നമുക്ക് ഉൾക്കണ്ണില്ലാതെ ഒരു ഫോട്ടോഗ്രാഫ് ഒരിക്കലും നല്ല പറയാൻ പറ്റത്തില്ല. നമുക്കിടയിൽ അങ്ങനെയുള്ള അനുഗ്രഹം കിട്ടിയ ഒരു മനുഷ്യനുണ്ടായെന്ന് എനിക്കറിയാൻ കഴിയും. കാരണം ഞങ്ങളുടെ പ്രായം അനുസരിച്ച് എല്ലാവരും ഓരോ ലെവലിലാണ് കണക്കാക്കുന്നത്. എല്ലാവരും മതത്തിൻ്റെ പേരിലും സമുദായത്തിൻ്റെ പേരിലും ഓരോ കൂട്ടമായി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കാരും കരുതിയില്ല. പണ്ട് എല്ലാവരും കരുതിയായിരുന്നു, എല്ലാവരും അറിയാം. ഈ മനുഷ്യൻ, ഈ റോഡിയോ എന്നല്ല പറയുന്നത്, റോഡിയ തൈ ജോസ് എന്ന മനുഷ്യൻ, ഈ കലാകാരന്റെ സാന്നിധ്യം ഈ സമയത്തുണ്ടാകാനും അദ്ദേഹത്തിന്റെ മനുഷ്യരീരവും മനുഷ്യനോട് ഒപ്പിയെടുക്കുന്ന ഛായകളും കാണാൻ കഴിയുന്നതും നിർവൃതിയാണ്. ഞാൻ പറഞ്ഞതൊന്നും കണ്ടായിരുന്നു. മനസ്സിൽ ദുഃഖവും ആത്മധൈര്യവും മനസ്സിന് പരിശുദ്ധിയില്ലെങ്കിൽ പടയെടുക്കാനാകില്ല. യൂറോപ്പിലെ പാരീസിലെ ബ്രിട്ടീഷ് മാഗസീനും മോരിയർ മാഗസീനും ഫ്രണ്ട് പേജ് ഒക്കെ ഇടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള സംഗതി. ഇവിടുത്തെ പോലെയല്ല യൂറോപ്പിലെ സംസ്കാരം. യൂറോപ്യൻ മാഗസീൻസിൽ, ഫോട്ടോഗ്രാഫിക് മാഗസീനുകൾ പറയിടണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ചന്തം ഉണ്ടായെങ്കിലേ പറ്റുള്ളൂ. അപ്പം ഈ ചെറുപ്പക്കാരൻ ഈ പടങ്ങൾ കാവ്യമായ എന്ന് പറയാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഈ മേഖലയിൽ വളരെയധികം മുന്നോട്ട് പോയിട്ടുള്ള ഒരു സംസ്കാരമാണ് യൂറോപ്പ് ഉള്ളത്. ആ യൂറോപ്യൻ മാഗസീനിൽ വരുവാന്ന് പറയുന്നത് വലിയൊരു ക്രെഡിറ്റാണ്. ഞാൻ അത് വളരെ നന്നായിട്ട് അറിയുന്ന ഒരു മനുഷ്യനാണ്. വളരെ വലിയൊരു ക്രെഡിറ്റാണ് ഈ മനുഷ്യന് കിട്ടിയിരിക്കുന്നത് ഈ ചെറുപ്പത്തിൽ. പിന്നെ കലാകാരന്മാരുടെ ഉത്തേജനം അംഗീകാരമാണ്. ഷഹീദ എഴുതിയ പുസ്തകത്തിന് അംഗീകാരം കൊടുത്ത സുധാമേനാണ്. അതാണ് ആത്മസാഫല്യം എന്ന് പറയുന്നത്. ഈ ക്ലോഡിയയുടെ കൂട്ടുകാരും അദ്ദേഹത്തിൻ്റെ കുടുംബം പ്രത്യേകിച്ച് ആ ഉത്തേജനം കൊടുത്തുകൊണ്ടാണ്
ഇങ്ങനത്തെ ഒരു ഫോട്ടോഗ്രാഫറെ മാറാനായിട്ട് റോഡിയൊക്കെ സാധിച്ചത്. ആ മനുഷ്യനെ ബഹുമാനിക്കാനും അംഗീകാരം കൊടുക്കാനും വേണ്ടി ഒരവസരം ഉണ്ടാക്കിയ കാവ്യസന്ധിക്കും ഇതിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന കുറേ പേരുണ്ട്. അവർക്കും എൻ്റെ പേരിൽ നന്ദിയുണ്ട്. കാരണം വലിയ കാര്യമാണ് ഇവർ ചെയ്യുന്നത്. ഇവിടെ എന്നെ വിളിച്ച് വലത്തിരിച്ചുകൊണ്ട് വന്ന രാജീവിന് പ്രത്യേകിച്ച് നന്ദി. പണ്ട് കാലത്ത് ഒരു നാടകത്തിലെ ഒരു അവതരണകാരണം ONV സാർ എഴുതുന്നതാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. ആ പാട്ടിൽ 2 വരി കവിതയാണ് പാടിക്കൊണ്ട് ഞാൻ കലാകാരനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആ പാട സമയത്ത് കഴിവ് കാലം കൈകളിലേറ്റു വാങ്ങിയ കലാലാവണ്യമേ മാലിനി കൂടെ നിന്നു കുണുങ്ങും ഏണമൃഗമുത്താകാതമോരുന്നിതാ നീളും കൺമുനയാൽ കദംബമകമാല്യം നീട്ടി ഉൾത്താരിലെ താളത്താൽ തുടികൊട്ടി മുൻപുകൾ പുലർത്തിയിടുന്നു നൂറ്റാണ്ടുകൾ. കാവ്യസംഘത്തിലുള്ള അംഗീകാരം ഒരു പത്രമാണ്, ഉപഹാരമാണ് റോഡിയായിട്ട് നമ്മൾ പുറപ്പെടുത്തുന്നത്. എൻ്റെ പേര് വിളിച്ച് എൻ്റെ കാലെല്ലാം നടക്കാൻ തുടങ്ങി. എനിക്ക് സ്റ്റേജ് ഇപ്പോഴും പേടിയാണ്, ഉള്ള കാര്യമില്ല. ശിവനാഥൻ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പം സ്വപ്നങ്ങളുടെ പുറകെ പോകുക എന്ന് പറയുന്നത് ഒരു വലിയ കഷ്ടം പിടിച്ച പരിപാടി തന്നെയാണ്. കാരണം നമുക്ക് ഭാര്യ, മക്കള്, പ്രാരാബ്ദങ്ങളെല്ലാം ഉള്ളപ്പോൾ ഇങ്ങനെയൊരു സംഭവം കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയ കഷ്ടപ്പാടാണ്. പിന്നെ പള്ളിക്കൂടത്തിൽ പോകാത്തതിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫി സെൽഫ് ട്രെയിൻഡാണ്. ശരിക്കും ഇതിനോടുള്ള ഒരു ആഗ്രഹം തുടങ്ങുന്നത് കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂരിൽ ഞങ്ങൾ നേഴ്സുമാരായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ്. അന്ന് മൊബൈലിലായിരുന്നു പട്ടി, പൂച്ച, പിന്നെ പൂക്കൾ, അങ്ങനെയുള്ള അതായിരുന്നു എൻ്റെ മീഡിയം അന്ന്. അപ്പം അങ്ങനെ ഫോട്ടോ എടുക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോഴാണ് ലിജിയാണ് ആദ്യമായിട്ടൊരു ക്യാമറ വാങ്ങിച്ചു തരുന്നത്. ചെറിയൊരു ക്യാമറ, അതിൽ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ നമ്മൾ 2012 ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം MCSയിലാണ് ആദ്യം ഇങ്ങനെ ആൾക്കാരുടെ ഫോട്ടോ എടുത്തു തുടങ്ങുന്നത്. നമ്മുടെ MCSയിലെ കൾച്ചറൽ ഇവൻസിന് വേണ്ടിയിട്ട്. പിന്നീട് ഞാൻ കുറേ ഇവൻസ് MCSക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു. പിന്നെ ഇവിടെ ഒരു മോഡലിംഗ് ഏജൻസിയുടെ ഒരു CEO എനിക്ക് പരിചയം ഉണ്ടായിരുന്നു. മുമ്പ് ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തു. ഞാൻ ആദ്യം ഇവിടെ വന്ന് KFCയിലാണ് ജോലി ചെയ്തത്, കുക്കായിട്ട്. അപ്പം അന്ന് അദ്ദേഹത്തെ പരിചയപ്പെട്ടതാണ്. അപ്പം പുള്ളി പിന്നീട് അങ്ങനെ ഒരു ഏജൻസി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പുള്ളി ഇതുപോലെ പടങ്ങൾ ഫേസ്ബുക്കിലെല്ലാം കണ്ടിട്ട് അദ്ദേഹം ചോദിച്ചു ഇങ്ങനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ. അങ്ങനെ കുറേ വോളണ്ടറി വർക്കുകൾ ചെയ്തു അവിടെ. അപ്പം അങ്ങനെ കുറേ ആൾക്കാരുമായിട്ട് പരിചയപ്പെട്ടു. ഒന്നാമത്തെ കാര്യം, എനിക്ക് പുതിയ ആൾക്കാരോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് നാണമുള്ള കാര്യം, നാണോ പേടിയൊക്കെയാണ്. അപ്പം അങ്ങനെ അവിടെ വർക്ക് ചെയ്ത് തുടങ്ങി. കുറേ മോഡൽസുമായിട്ട് പരിചയമായി. പിന്നെ നാട്ടിലിങ്ങനെ നാട്ടിലായിരുന്ന സമയത്ത് വനിത, പിന്നെയുള്ള ഫാഷൻ മാഗസിനൊക്കെ കാണുമ്പോൾ അതിനകത്ത് നല്ല ഇവർ പറഞ്ഞ ചന്തമുള്ള പടങ്ങൾ,
വളരെ ക്വാളിറ്റിയുള്ള പടങ്ങളുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള പടങ്ങളിൽ എത്തണമെന്നായിരുന്നു ആഗ്രഹം ശരിക്കും. കാരണം ഞാൻ പറഞ്ഞതുപോലെ സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് ആ ഒരു ലെവലിലേക്ക് നമ്മൾ സെൽഫ് ട്രെയിൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമായിരുന്നു. കാരണം നമുക്ക് ജോലി, ഞാൻ വെയർ ഹൗസിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ജോലിക്കിടയ്ക്ക് ബ്രേക്കിൻ്റെ ടൈമിലും പിന്നെ രാത്രിയും എല്ലാം കുറഞ്ഞാതെല്ലാം ഇരുന്ന് യൂട്യൂബിലും പിന്നെ അങ്ങനെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പബ്ലിക് ലൈബ്രറിയുടെ ഒരു വെബ്സൈറ്റിലെല്ലാം ഇങ്ങനെ അവർ റിസോഴ്സസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലൈബ്രറി കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതെല്ലാം ഫ്രീ ആയിട്ട് ആക്സസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഇരുന്ന് തിയറി എന്ന് പറഞ്ഞാൽ എൻ്റെ രീതിയിലുള്ള തിയറികൾ പഠിച്ചു. പിന്നെ എന്താ പറയുക, പരിചയം ഉണ്ടായിരുന്നു, മോഡൽസിനെ ഷൂട്ട് ചെയ്തു, കുറേ പ്രാക്ടീസ് ചെയ്തു. പക്ഷേ കുറേ ഷൂട്ടുകൾ ചെയ്തിട്ടും അതിലിപ്പോൾ ഒരു 10 ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 8 കുളമായിരുന്നു, ഒന്നും സക്സസ് ആയില്ലായിരുന്നു. പക്ഷേ തോറ്റ എല്ലാ ഷൂട്ടിൽ നിന്നും ഞാൻ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ട് ഉറപ്പായിട്ട്. എവിടെ തോറ്റോ അവർക്കില്ല എന്തെങ്കിലും തോറ്റ ഷൂട്ടിൽ നിന്നെല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് ആസ് എ ഫോട്ടോഗ്രാഫർ എനിക്ക് അറിയാമായിരുന്നു, എന്ത് ചെയ്തിട്ടാണ് അത് കുളമായി പോയെന്നുള്ളത്. അങ്ങനെ അതിൽ നിന്ന് പഠിച്ചു. പിന്നെ എല്ലാവരും എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനെ പോലെ ആദ്യകാല മോഡൽസ് ഭാര്യ മക്കളായിരുന്നു. പിന്നെ നമ്മൾ സ്റ്റുഡിയോയിലൈസ് ബാക്ക്ഡ്രോപ്സ് കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു. പിന്നെ പരിചയം ഉണ്ടായിരുന്ന മോഡൽസിനെ വെച്ച് ഷൂട്ട് തുടങ്ങി. പിന്നെ മാഗസിനിലോട്ടുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നമുക്കൊരു ചെറിയ പേജുണ്ട്. അപ്പോൾ അങ്ങനെ ആ പേജിൽ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇപ്പോൾ ഈ പറഞ്ഞ യൂറോപ്യൻ മാഗസിൻ അതിലെ ഒരു അംബാസിഡർ, അയാൾ കോണ്ടാക്ട് ചെയ്തു, ഇങ്ങനെ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു പബ്ലിഷ് ആവാൻ. അപ്പം അപ്പോഴും നമുക്കൊരു ആത്മവിശ്വാസമില്ല നമ്മുടെ പടങ്ങൾ അതിന് തക്കതാണോ എന്നുള്ളത്. പക്ഷേ ഞാൻ ഓർത്തു പബ്ലിഷ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഓക്കെ പറഞ്ഞു. ആദ്യത്തെ വർക്ക് സബ്മിറ്റ് ചെയ്തു. അതൊരു വോളണ്ടറി വർക്കായിരുന്നു, ആദ്യം പെയ്ഡ് ഷൂട്ടൊന്നും ഉണ്ടായിരുന്നു. അപ്പം ആ പടം നല്ലതായിരുന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതവർ ആ മാഗസിൻ്റെ കവറായിട്ട് തന്നെ അവരെടുത്തു. അപ്പോൾ ആ വോളണ്ടറി വർക്ക് ഞാൻ പറയുന്നത് അതിവിടെ ഉണ്ടായിരുന്നൊരു ശരിക്കും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെയാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. പുള്ളി ഒരു മോഡലായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളല്ല. അപ്പം പുള്ളിയുടെ വീട്ടിൽ പോയി അവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അങ്ങനെ അത് നന്നായി വന്നു. പിന്നെ വൺസ് നമ്മൾ പബ്ലിഷ് ആയതിനു ശേഷം നമുക്ക് കൂടുതൽ മാഗസിൻസിൻ്റെ ഓഫേഴ്സ് വന്നു തുടങ്ങി. ഇപ്പം ടോട്ടൽ ഒരു 8 മാഗസിനിലോളം നമ്മൾ പബ്ലിഷ് ആയിട്ടുണ്ട്. അതിൽ 8 മാഗസിൻ പബ്ലിഷ് ആയാലും 4 മാഗസിൻ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു മാഗസിന് വേണ്ടിയുള്ള എഡിറ്റോറിയൽ വർക്ക് നമ്മൾ അതിൻ്റെ ഷൂട്ട് കഴിയുന്നതേ ഉള്ളൂ. അതിൻ്റെ എഡിറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു 5 പടം 6 പടം. അപ്പോൾ അതൊരു നല്ല മാഗസിനിൽ വരണമെന്നാണ് ആഗ്രഹം. സബ്മിഷൻ എഡിറ്റിംഗ് വർക്ക് കഴിഞ്ഞിട്ടില്ല, കഴിഞ്ഞതിന് ശേഷം സബ്മിറ്റ് ചെയ്യണമെന്ന് ഓർത്തിങ്ങനെ ഇരിക്കുന്നു. പിന്നെ ശരിക്കും നന്ദി പറയേണ്ട ഒരാൾ വൈഫ് തന്നെയാണ്. കാരണം നമ്മുടെ ഈ ജോലിയും പ്രാരാബ്ധമെല്ലാം ഉള്ളപ്പോൾ ഈ ഫാമിലി ടൈം എന്ന് പറയുന്ന ഒരു സംഭവം ഒരുപാട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് ഈ ഒരു സ്വപ്നങ്ങളുടെ പുറകെ പോകുമ്പോൾ. അപ്പം അത് അങ്ങനെ നമ്മൾ പോകുമ്പോൾ ശരിക്കും നമ്മുടെ കുടുംബത്തിൽ നിന്ന് അത്ര തക്കതായ ഒരു സപ്പോർട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ പോകാൻ പറ്റില്ല. കാരണം തിങ്കൾ മുതൽ വെള്ളി വരെ നമ്മൾ ജോലി ചെയ്യും. പിന്നെ ശനി ഞായർ ഷൂട്ടിൻ്റെ പുറകെ ഇങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ വിജയ്ക്ക് പ്രത്യേകം നന്ദി പറയണം. ഇപ്പം അത്രേ എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. കാവ്യസിൻ്റെ എല്ലാവർക്കും വളരെയധികം നന്ദി പറയുന്നു. എൻ്റെ വായ വെള്ളം വെച്ച് എനിക്ക് സത്യം ഞാൻ പറയാം, എനിക്ക് സ്റ്റേജ് പേടിയാണ് ഇപ്പോഴും. എല്ലാവർക്കും നന്ദി. സുധ ചേച്ചി ഒന്നുകൂടെ
കാവ്യസന്ധ്യ അപ്രീസിയേറ്റിൻ്റെ അവാർഡ് കനവുകളുടെ ഒറ്റപ്പെടുത്ത്. ചേച്ചി, ഇവിടെ നടന്ന വിശേഷ ചടങ്ങിൽ നിന്നും ഊർജവും ഉണർവും ഉൾക്കൊണ്ട് കാവ്യസന്ധ്യ കവിതാ പാരായണ പരിപാടിയിലേക്ക് കടക്കുകയാണ്. ആദ്യം കൊച്ചു മിടുക്കികളുടെയും മിടുക്കന്മാരുടെയും ആലാപനമാണ്. എല്ലാവർക്കും നമസ്കാരം.